മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിനെല്ലാം നഷ്ടപ്പെട്ടതിൽ അതിയായ വിഷമമുള്ളതുകൊണ്ട് രാത്രിയിൽ ഉറക്കം വരുന്നില്ല. നിധി ഗൗതമിനെ തിരയുമ്പോൾ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായ ഗൗതം സ്വയം ശപിക്കുന്നു. ജനിച്ച അന്നു മുതൽ കഷ്ടകാലം മാത്രം അനുഭവിച്ചവനാണ് ഞാൻ. ജനിച്ച ഉടനെ അമ്മ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു. അതിൽ ഞാൻ അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അമ്മയുടെ സാഹചര്യം അതായിരുന്നു. സ്വന്തം മകനെ പോലെ ഇന്നും എന്നെ സ്നേഹിക്കുന്ന പാറു ഇല്ലായിരുന്നെങ്കിൽ തെരുവിൽ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടവനായിരുന്നു ഞാൻ. 30 വർഷത്തോളം എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ ഒരു അനാഥനാണെന്ന് മാത്രം എന്നെ ആരും അറിയിച്ചില്ല. പാറു അമ്മയും എന്നെ പ്രസവിച്ച അമ്മയും എൻ്റെ ഭാര്യയായ നീയും ഇന്ന് എൻ്റെ കൂടെ ഇറങ്ങി വന്ന അവരെ സംരക്ഷിക്കാൻ പോലും ഞാൻ അശക്തനാണ് നിധി എന്ന് വിഷമത്തോടെ ഗൗതം പറയുമ്പോൾ നിധി പറയുന്നു, ഈ അമ്മമാർ ഒന്നും ഗൗതമിൻ്റെ പണം കണ്ടിട്ടല്ല കൂടെ വന്നത്. ഗൗതമിനോട് അവർക്കുള്ള സ്നേഹം, തിരിച്ച് ഗൗതമിന് അവരോടുള്ള സ്നേഹം, മറ്റൊന്നും ഇനി ആലോചിക്കരുത്. എപ്പോഴും മനസ്സിനെ പോസിറ്റീവായി ചിന്തിക്കാൻ അനുവദിക്കുക. ഈ അമ്മമാരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ പാർവതി നിർമ്മല എൻ്റർപ്രൈസസ് എന്ന കമ്പനി നമ്മൾ പടുത്തുയർത്തും. നീ എന്താണ് നിധി പറഞ്ഞത്? കമ്പനിക്ക് നീ പേര് പോലും കൊടുത്തോ? അതെ ഗൗതം, ഇത് ഞാൻ ഇന്നെടുത്ത തീരുമാനമല്ല. മുൻപേ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയമുണ്ടായിരുന്നു. അതിനുള്ള സമയം ഇപ്പോൾ ഉണ്ടായി. നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഗൗതമിനെ ഉപദേശിച്ച് മനസ്സിനൊക്കെ ധൈര്യം കൊടുക്കുന്നു നിധി. പാർവതിയമ്മയും നിർമ്മലാമ്മയും കൂടി അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു. പാർവതിയമ്മ താലിമാല ഊരി താലി പൂജിച്ച ഒരു മഞ്ഞ ചരടിൽ കോർത്ത് കഴുത്തിലിടുന്നു. അങ്ങനെ ചെയ്യരുത് പാറു എന്ന് നിർമ്മലാമ്മ പറയുന്നു. ഗൗതം അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നും അവൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നും പറയുന്നു. അതൊന്നും അനുസരിക്കുന്നില്ല പാർവതിയമ്മ. അവർ മാല പണയം വെച്ച് പൈസയുമായി തിരിച്ചു വരുമ്പോൾ ശിവാനിക്കൊരു നെക്ലസൊക്കെ വാങ്ങി കാറിലിരിക്കുകയാണ് പ്രണവ്. പ്രണവിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തമായി മാറിയ ശിവാനിയെ കൊണ്ട് പ്രണവ് നടക്കുന്നത് അവൻ്റെ വിനാശത്തിന് തന്നെയാണ്. ഒരിക്കലും നല്ല ബിസിനസ്സുള്ള ഒരു കമ്പനിയുടെ പേര് ശിവാനി എൻ്റർപ്രൈസസ് എന്നാക്കില്ല. അത്രയ്ക്കും ബുദ്ധിയെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പ്രണവിനുള്ളൂ. എങ്ങനെയും ഈശ്വരമംഗലം കമ്പനി നശിച്ചു കാണാൻ വേണ്ടി തന്നെയാണ് CKC പ്രണവിനോട് ഈശ്വരമംഗലം എന്ന പേര് മാറ്റാൻ പറഞ്ഞത്. ഇനിയെല്ലാം CKCയുടെ കമ്പനിക്ക് കിട്ടും. പാർവതിയമ്മയെ കണ്ട പ്രണവ് അമ്മ എവിടെ പോയതാണെന്ന് ചോദിക്കുന്നു. അമ്മയോ? ആരുടെ അമ്മ? ഇനി മുതൽ അമ്മ എന്ന് നീ എന്നെ വിളിച്ചു പോകരുത്. പ്രണവ് പാർവതിയമ്മയുടെ കഴുത്തിൽ മഞ്ഞച്ചരട് കണ്ട് ചോദിക്കുന്നു, അമ്മയുടെ മാല എവിടെയെന്ന്. അത് ഞാൻ പണയം വെച്ചു, എൻ്റെ ഗൗതമിന് കൊടുക്കാനെന്ന് പറയുമ്പോൾ പ്രണവ് പറയുന്നു, എല്ലാ സ്വത്തുക്കളും വെച്ച് അയാൾ അനുഭവിച്ചു. അവസാനം അമ്മയുടെ മാല വരെ പണയം വെക്കുന്നു. നീ എന്തറിഞ്ഞിട്ടാണ് എൻ്റെ മോനെപ്പറ്റി ഈ പറയുന്നത്? അവൻ്റെ പേര് പോലും പറയാനുള്ള യോഗ്യത നിനക്കില്ല. ഇതൊന്നും അവൻ അറിഞ്ഞതല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. ഒരനാഥനായ അവനെ എന്തിനാണ് അമ്മ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് പ്രണവ് പറയുമ്പോൾ പാർവതിയമ്മ പ്രണവിനെ അടിക്കുന്നു. മേലിൽ ഒരക്ഷരം എൻ്റെ മകനെക്കുറിച്ച് ഇതുപോലെ പറയരുത്. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ എന്ന് പാർവതിയമ്മ പ്രണവിനെ ശപിക്കുന്നു. സ്വന്തം മകനെ ഇതുപോലെ ശപിക്കുന്ന നിങ്ങൾ ഒരമ്മയാണോ എന്ന് പ്രണവ് ചോദിക്കുന്നു. എന്നിട്ട് പ്രണവ് തിരിച്ചു പോകുന്നു. ഇവനെ പോലെ ഒരു മകനെ പ്രസവിച്ച ഞാനൊരു ഭാഗ്യദോഷിയാണെന്ന് നെഞ്ചുപൊട്ടി പറയുന്ന പാർവതിയമ്മ നെഞ്ചുവേദന വന്ന് റോഡിൽ വീഴുന്നു. നിർമ്മലാമ്മ ഒരു ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. മാല പണയപ്പെടുത്തിയത് ആദ്യമായാണെന്നും അതിൻ്റെ വിഷമമാകും നെഞ്ചുവേദന വന്നതെന്ന് നിധി പറയുന്നു. വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.